റൂഹാ കാറ്റിൽ പറന്ന കന്യകയേ, രുധിരം തൂകാതെ സാക്ഷിയായവളേ, തിരുമകനരികെ തിരുക്കുരിശുള്ളിൽ വഹിച്ചു നിത്യം നീങ്ങി സാക്ഷിയായി. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, 1 കൊറിന്തോസ് 2:9, ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നവ കണ്ണ് കാണുകയോ കാത് കേൾക്കുകയോ മനുഷ്യഹൃദയം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇത് പറയാം. പരിശുദ്ധ അമ്മ ആരാണ്? അവളുടെ മഹത്വം എന്താണ്? നമ്മുടെ മേലെയുള്ള അവളുടെ വൈഭവം എന്താണ്? നമ്മുടെ കണ്ണ് ഇതുവരെ കണ്ടിട്ടില്ല മുഴുവൻ, കാത് കേട്ടിട്ടില്ല, മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടുമില്ല. തലമുറകൾക്ക് അവളെ മനസ്സിലാക്കാൻ പറ്റാത്ത അതുകൊണ്ടാണ്. പക്ഷെ ഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് വലിയൊരു അഭിഷേകം കിട്ടും. മറിയത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന സൗന്ദര്യവും ശക്തിയും അധികാരവും പ്രാഭവവും മഹത്വവും നമുക്കും കിട്ടാൻ തുടങ്ങും. ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഏറ്റവും വലിയ നിധിയാണ് മറിയം. അവളോടൊപ്പം നിൽക്കുമ്പോൾ ശക്തിയാണ്, മഹത്വമാണ്. വിശുദ്ധിയില്ലാത്തവർക്ക് വിശുദ്ധിയാണ്, ആകുലത മാറ്റുന്ന അഭിഷേകമാണ്. അമ്മയോടൊപ്പം നിൽക്കാം. അമ്മ മാതാവിൻ തിരുരഹസ്യങ്ങൾ സഭയുടെ നന്മയ്ക്കുതകാനായി സിനിമാ വേദിയിലെത്തിക്കാൻ നാഥാ കൃപ നീ ചൊരിയണമേ. വലിയ സന്തോഷത്തോടെ ഒരു കാര്യം വീണ്ടും പരിചയപ്പെടുത്തട്ടെ. 60 വയസ്സിന് മുകളിലുള്ള അനേകം പേർക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ, കൃപയിൽ ഉറപ്പിക്കാൻ അഭിഷേകം നൽകിയ ധ്യാനമാണ് ചങ്ങനാശ്ശേരി സിയോൻ ധ്യാന കേന്ദ്രത്തിലെ ഗ്രേസ്ഫുൾ സീനിയർ സിറ്റിസൺസ് ധ്യാനം. ഇനി ആ ധ്യാനം വരുന്നത് സെപ്റ്റംബർ 8, 9, 10, 11 തീയതികളിലാണ്. പരിശുദ്ധ അമ്മയോടൊപ്പം ഈ മാസം വീണ്ടും ജീവിതത്തെ ശക്തിപ്പെടുത്താനും വചനത്താൽ നിറയ്ക്കാനും ദൈവം ഒരുക്കുന്ന അപൂർവ അവസരമാണ്. കേരളത്തിൽ ഇതുപോലെ അവസരം മറ്റൊരിടത്തില്ല. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വന്ന് ഒരുമിച്ച് വസിച്ച് സന്തോഷിച്ച് പ്രാർത്ഥിച്ച് പങ്കുവെച്ച് ശക്തിപ്പെട്ടു പോകാൻ ദൈവം ഒരുക്കുന്ന ധ്യാനം. ഈ മഹനീയ അവസരം മക്കൾ അപ്പനും അമ്മയ്ക്കും കൊടുക്കാവുന്ന ഏറ്റവും സമ്മോഹനമായ സമ്മാനമാണ്. അങ്ങനെ അനേകം മക്കൾ പറഞ്ഞിട്ട് കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ഏകദേശം 1000ഓളം മക്കൾ കഴിഞ്ഞ 13 ധ്യാനങ്ങളിലൂടെ കടന്നുപോയി. ഈ സുവർണ അവസരം മാതാപിതാക്കന്മാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും പരമമായ സമ്മാനം. അവർക്ക് വേണ്ടി എല്ലാം ഒരുക്കിയിരിക്കുന്ന, എല്ലാ വിധത്തിലും അവർക്ക് വേണ്ടി മാത്രം സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ധ്യാനം നഷ്ടപ്പെടാതിരിക്കാൻ നോക്കണം. വിളിച്ച് ബുക്ക് ചെയ്യണം. കാരണം താമസ സൗകര്യം ഒരുക്കി പ്രാർത്ഥിച്ച് ഞങ്ങൾക്കും നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങാനാണ്.